ഈ ഒരു മോട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡിന് കണക്ഷനിലോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മളത് ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഉള്ളൂ അവിടെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ചിറ്റിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ട്രിമ്മർ റിപ്പയർ ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺ ആക്കി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവും. അപ്പം ഇതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയെന്ന് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ട്രിമ്മർ ഇതുപോലെ കേടായി കിടക്കുന്ന ട്രിമ്മർ ഈ ഒരു മെത്തേഡ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഒരു 200-150 റേഞ്ച് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ബ്രാൻഡിൻ്റെ ലോഗോ വരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിന് പുറകിൽ 3 സ്ക്രൂസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഊരിയെടുക്കണം ആദ്യം തന്നെ. ഇവിടെയൊക്കെ സ്ക്രൂ ആണ്, അത് ഊരിയെടുക്കേണ്ട കാര്യമില്ല. ബ്ലേഡ് ഊരിയെടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കേസ് മാറ്റാൻ പറ്റും. ഇതാണ് അതിൻ്റെ മറ്റേ കൺട്രോളിങ് ബോർഡും അതുപോലെ ഇതാണ് മോട്ടർ, ചെറിയൊരു DC മോട്ടറാണ് വരുന്നത്. ഇതിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത്. അപ്പം ഈ ഒരു ബോർഡ് നമുക്ക് ഊരിയാലേ ഉള്ളൂ ആ ബാറ്ററി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 ചെറിയ സ്ക്രൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഊരി എടുക്കണം. അപ്പോൾ 2 സ്ക്രൂ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ആ ബോർഡൊന്ന് ഊരി നോക്കാം. ബോർഡിൻ്റെ അടിയിൽ തന്നെയാണ് ബാറ്ററി വെച്ചേക്കുന്നത്. ഈ ബാറ്ററി നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കണം, അവിടെ നിന്ന് കണക്ഷൻ വിടിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ 2 ടെർമിനൽസ് ആണ് വരുന്നത്. എല്ലാ ബാറ്ററിയിലെ പോലെ ഈ ഒരു ഭാഗം, അതായത് ഫ്ലാറ്റ് ആയ ഭാഗമാണ് ഇതിൻ്റെ നെഗറ്റീവ് പോർഷൻ വരുന്നത്. ഇവിടെ കുറച്ച് ബൾജ്ഡ് ആയിരിക്കും. അതായത് പുതിയ ബാറ്ററി വരുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഭാഗമായിരിക്കും ഇതിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഇത് മാറാതെ തന്നെ വേണം നമ്മൾ പുതിയ ബാറ്ററി കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. പുതിയ ബാറ്ററി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന robo.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത്. ഇത് കണ്ടറിയാം, ഇത് ഫ്ലാറ്റ് ആണ്. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത്. അല്ലെങ്കിൽ പുതിയ ബാറ്ററീസിലൊക്കെ ആണെങ്കിൽ അവിടെ മെൻഷൻ ഇട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വര ഇട്ടിട്ടുണ്ട്, അത് നെഗറ്റീവും ഇവിടെ പോസിറ്റീവാണ് വരുന്നത്. ഇത് റൂഫർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ്. 2000 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്ന ഒരു ബാറ്ററി തന്നെയാണ്. ഇപ്പോൾ നമ്മളിത് ഡിസ്കണക്ട് ചെയ്തെടുക്കണം, പഴയ ബാറ്ററി. ഇപ്പം നമ്മളിവിടെ സോൾഡറിങ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്കത് ഡിസ്കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി പോസിറ്റീവ് ഭാഗം കൂടെ നമുക്ക് അഴിച്ചെടുക്കണം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കുറച്ച് സോൾഡർ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഉള്ളൂ അവിടെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ടാണല്ലോ ഒന്ന് വെച്ചാൽ മതി. അല്ല ബ്ലേഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് അവിടെ ജസ്റ്റ് സ്ക്രാച്ചസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് സോൾഡർ ടൈറ്റായിട്ട് പിടിച്ചോളും. നമ്മൾ പോസിറ്റീവ് ഭാഗം ഇതുപോലെ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറം നെഗറ്റീവ് ഭാഗം കൂടെ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ 2 ഭാഗത്തേക്കും സോൾഡർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററിയിലോട്ട് ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. നമുക്കിപ്പോൾ ഇനി ഈ ടെർമിനൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ബോർഡ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ B- എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു പോർഷനിൽ. അതുപോലെ തന്നെ ഇവിടെ B+ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒരിക്കലും മാറിപ്പോയി ഈ ഒരു ബോർഡ് പോവും. പിന്നെ നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ നെഗറ്റീവ് തന്നെയാണ് നോക്കിയിട്ട് ഈ ആദ്യം സോൾഡർ ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അത് ഡ്രൈ ആയി കഴിയുമ്പം ഫിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസിറ്റീവ് ഭാഗം അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ 2 ഭാഗം പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ നോക്കാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് റീപാക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും മാറാതെ കണക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഈ ഒരു മോട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡിന് കണക്ഷനിലോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മളത് ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. അപ്പം ചില ട്രിമ്മറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു റിങ് ഉണ്ടാവും. ഇത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ റിങ് ഉണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ എല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും, ഷോർട്ട് ആകാതിരിക്കും. തിരിച്ച് ആ സ്ക്രൂകൾ ഇടുവാണ്. നമ്മൾ ബോഡിയിൽ നിന്ന് അഴിച്ചെടുത്ത 2 സ്ക്രൂ ഉണ്ടായിരുന്നല്ലോ, അത് തിരിച്ച് മുറുക്കി വെക്കുവാണ്. ഇനിയിപ്പോൾ കേസ് കൂടെ തിരിച്ച് വെച്ചാൽ മതി. നമ്മൾ ആദ്യം അഴിച്ചെടുത്ത ആ കവർ മാത്രം തിരിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സ്ക്രൂകൾ 3 നമ്മൾ തിരിച്ചിരുത്തി തന്നെ മുറിക്കിയാൽ മതി.
അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ അറിയാം ചാർജ് 85% ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പം ഫുള്ളി ചാർജ് ആയിട്ടല്ലായിരിക്കും പുതിയ ബാറ്ററി ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളൊന്ന് ചാർജ് കഴിഞ്ഞാൽ ഫുള്ളി ചാർജ് ആയിക്കോളും. അത്യാവശ്യം ബാക്കപ്പ് കിട്ടും, കാരണം 2000 mAh വരുന്നുണ്ടല്ലോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.